ഇതാണ് ഇന്ത്യയിലെ വേർസ്റ്റ് ട്രെയിൻ. ഡോണ്ട് ബിലീവ് മീ, എപ്പോഴും ലേറ്റ്, ഒടുക്കത്തെ തിരക്ക്, കച്ചറ കമ്പാർട്ട്മെന്റ്സ്, വായിൽ വെക്കാൻ കൊള്ളാത്ത ഫുഡ്, നാറ്റം കൊണ്ട് അടുക്കാൻ പറ്റാത്ത ബാത്റൂം, ഇതൊക്കെയാണ് ഈ വിവേക് എക്സ്പ്രസിന്റെ ചില അടിപൊളി ഫീച്ചേഴ്സ്. തലയിൽ 2 ബ്രെയിൻസിൽ പോലും ഇല്ലാത്തൊരു മൊയന്തല്ലാണ്ട് വേറെ ആരും ഈ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യില്ല. യെസ് ഗൈസ്, ഐ ആം എ മൊയന്ത്. അടുത്ത 24 മണിക്കൂർ ഞാൻ ഈ ഒരു വേർസ്റ്റ് ട്രെയിനിലാണ് സർവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതും ജനറൽ കമ്പാർട്ട്മെന്റിൽ. Actually guys, I'm on a mission to find out, is this really the worst train? എല്ലാവരും ഈ ഒരു ട്രെയിനെ കൊണ്ട് ഭയങ്കര മോശം അഭിപ്രായമാണ് പറയുന്നത്. ലൈക്ക് ഫറൂഖ് here actually does not deserve a single star. Every time I travel in sleeper class, I face the same frustrating experience. A large number of unreserved and waiting list passengers board the coach and occupy the aisles. This makes it extremely difficult for reserved passengers to move around, especially during long journey. ഫറൂഖ് പറയുന്ന പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല, കാരണം നമ്മൾ ജനറലിലാണല്ലോ പോകുന്നത്. പക്ഷെ അതിന്റെ റിവ്യൂ കണ്ടിട്ട് എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. Worst experience ever in life. Train was delayed by 3 hours and safety issues are concerned. Better to travel with someone and toilet facilities are very vulnerable and quality of service is zero. ശരിക്കും ഇതെല്ലാം ഉള്ളയാണോ, or are people just exaggerating? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഗൈസ്, എല്ലാം ഓക്കെ ആയിട്ടാ തോന്നുന്നത്. പാവം, കുറച്ചതിന് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവനറിയില്ലല്ലോ. ബൈ ദ വേ, സർവൈവൽ വീഡിയോ ആണ്, സോ there are some rules. Do not leave the train for 24 hours no matter what. Can only eat food from the train. No phone, no film, no music, just simply sitting. Yeah guys, എനിക്ക് എന്നോട് തന്നെ എന്തോ മാരകായ വെറുപ്പുണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇമ്മാരി റൂൾസ് ഒന്നും ആരും വെക്കൂല. നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഹവർ 0 ട്രെയിനിൻ്റെ ഒരു ടൂർ തരാം. നല്ല വിസ്തരിച്ച് കിടക്കുന്ന നല്ല സീറ്റ് ഉണ്ട്, കാലിയാണ്, ഒറ്റ മനുഷ്യനില്ല, തിരക്കൂട്ടാൻ വേണ്ടിയിട്ട്. ചാർജർ ഉണ്ട്, സ്വിച്ച് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർ വെറുതെ എക്സാജറേറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. അല്ല, അങ്ങനെ എക്സാജറേറ്റ് ചെയ്യുന്ന എല്ലാം തോന്നുന്നു. ഇതെന്താ സാധനം ഇത്? എനിക്ക് തോന്നുന്നു ചോപ്പ് പെയിന്റ് തീർന്നു പോയി തോന്നുന്നു. കലക്കി വയ്ക്കാൻ നോക്കിയപ്പോൾ എന്നാലും കുഴപ്പമില്ല. വെള്ളം വരുമോ നോക്കട്ടെ. വെള്ളമൊക്കെ ഉണ്ട് ഗൈസ്, പിന്നെ എന്ത് വേണം. ഇനി ബാത്റൂമാണ് ഗൈസ്. ഒരു മിനിറ്റ്. ഓക്കെ, ആൾക്കാർ പറയുന്നതിന് ലേശമെല്ലാം കാര്യമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐ എം ഓക്കെ. ഒന്നുമില്ലെങ്കിലും ഇരുന്നും കിടന്നും മലന്നും പോകാനുള്ള സീറ്റെങ്കിലും ഉണ്ട്. ഇടന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല, ബട്ട് അറ്റ് ദ മൊമെന്റ് ഇറ്റ്സ് ഓക്കെ. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നുണ്ടെങ്കിലും കുറച്ചായിട്ട് ഈ ഒരു ട്രെയിനിന്റെ അവസ്ഥ കംപ്ലീറ്റ്ലി മാറിയോന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ ഓൾറെഡി പേടിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ പൊട്ട ബുദ്ധിക്ക് ആ ട്രെയിനിലുള്ള ഒരാളോട് പോയി സംസാരിക്കാൻ എനിക്ക് തോന്നിയത്. ദിസ് ഈസ് നോൺ ടു ബി വൺ ഓഫ് ദ വേർസ്റ്റ് ട്രെയിൻസ് ഇൻ ഇന്ത്യ. ഡു യു നോ ദാറ്റ്? Yes. So, is it true or just people exaggerating? So, I've been traveling in this train for nearly 3 years. Okay. Today, I can see that the train is pretty clean, but normally the toilet, we cannot go near that. It's so smelly and stingy. This is the worst train in India to travel, you know. To where are you going? I'm going to Trivandrum, my home. It's nearby. Yeah, it's nearby. Trying to survive in this train for 24 hours. Why? Where are you guys going? Vijayawada. Vijayawada, Andhra illa. Yeah. All the best. Okay, I'll be honest. ബ്രോ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിയായിന്. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ഹോപ്പ് ഒന്നും വിട്ടില്ല. ഈ ട്രെയിൻ ജേർണി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ അങ്ങനെ നീണ്ടു നിവർന്ന് പുറത്തുള്ള അടിപൊളി വ്യൂ കണ്ട് കാറ്റും കൊണ്ടിരുന്ന്. പക്ഷെ എൻ്റെ ഈ ഒരു ഹോപ്പിന് ആകെ ഒരു സ്റ്റോപ്പിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആൾക്കാരെല്ലാരും ലോകം അവസാനിക്കാൻ പോകുന്ന പോലെയാണ് ഈ ഒരു ട്രെയിനിലേക്ക് പാല് കയറുന്നത്. ഓരോ ആൾക്കാർ 8 കുപ്പായം വരെ ഊരി വെച്ചിട്ടാണ് സീറ്റെല്ലാം പിടിക്കുന്നത്. നമ്മുടെ ട്രെയിൻ നിർത്തിയ ആദ്യത്തെ സ്റ്റോപ്പ് തന്നെ ഇത്രക്കാരും ആൾക്കാർ കയറേണ്ടപ്പോ എനിക്കൊരു കാര്യം വ്യക്തമായി. എന്റെ ഹോപ്പെല്ലാം വെറുതെയായിരുന്നു. ബ്രോ പറഞ്ഞതാണ് കറക്റ്റ്. 2 മണിക്കൂറായി ട്രിവാൻഡ്രം സെന്ററിലെത്തി. ഇവിടെ നിന്ന് ആൾക്കാർ കയറുന്നടിച്ച് ഞാൻ ധൈര്യത്തിലുണ്ടെന്ന ക്യാമറാമാൻ വരെ പേടിച്ചുപോയി. എന്നാലും നമുക്ക് വലിയ തിരക്കൊന്നും ആയിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് മാത്രം, ഇനി ഇഷ്ടം പോലെ സ്റ്റോപ്പ് വരാണ്ട്. ആൻഡ് 22 മണിക്കൂറുണ്ട്. പക്ഷേ ഈ കയറിയതെല്ലാം ഹിന്ദിക്കാരും തമിഴന്മാരും എല്ലാമാണ്. എനിക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട്, പക്ഷേ എനിക്ക് ആകെയുള്ള ധൈര്യം എന്ന് പറയുന്നില്ല. വിക്കീനെ കൊണ്ടുവന്നിന് കഴിഞ്ഞ വീഡിയോയില് നിങ്ങളെല്ലാവരും ഫേവറേറ്റ്. ഇപ്പം വരുത്തൊന്നുമില്ല. അടുത്ത 20 മണിക്കൂറും കൂടെ, 22 മണിക്കൂർ കൂടെ നമുക്ക് ഇരിക്കാം. ആ 22 മണിക്കൂറാണെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കണം. സോ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. നമ്മളെ പുതിയ ഫ്രണ്ട്സിനെല്ലാം ആക്കിട്ടാ. എടാ ബൈ, तुम्हारा नाम क्या है? विनोद मंडल. विनोद मंडल किधर से? झारखंड से. झारखंड. अनदर फ्रेंड. नाम बताओ.
रजत कुमार किरणम बेरा तुम किधर से हमारा दोस्त है ना നമ്മൾ ഇവിടുത്തെ ആളായിട്ടെല്ലാം പരിചയപ്പെടുന്നുണ്ട്. ഇവരുടെ ലോക്കൽ സപ്പോർട്ട് കൊടുത്തിട്ട് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ആക്കുന്നുണ്ട്. സപ്പോർട്ട് വേണ്ടി അടി വാങ്ങി തരുമോ? അങ്ങനെ ഇവരോടെല്ലാം കുറച്ചു നേരം വർത്താനം പറഞ്ഞ് പുറത്തത്തെ നല്ല ഇരുട്ടെല്ലാം കണ്ടിരിന്ന് നമ്മൾ കുറച്ച് സമയം കളഞ്ഞ്. ഗയ്സ്, യു നോ വാട്ട് ടൈം ഇറ്റ് ഈസ്? ഇറ്റ്സ് ഡിന്നർ ടൈം. സമയം ഇപ്പം കറക്റ്റ് 10:05. നമ്മൾ 5.5 മണിക്കൂറായി ഒരു ട്രെയിനിൽ കയറിയിട്ട്. ഫുഡ് കഴിക്കുന്ന ടൈമാണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇന്ന് വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിരിയാണിയോ എന്തെല്ലാം കൊണ്ടും പോകുന്നുണ്ട്. ഇനി അടുത്ത ചങ്ങായി വരുമ്പം അത് വാങ്ങിച്ചിട്ട് കഴിക്കാം. ചങ്ങായി ഇനി വരുവോളൂ. ഇനി ചങ്ങായി വന്ന് നമ്മൾ 100 രൂപ കൊടുത്തിട്ട് ഒരു ഡബിൾ അണ്ട ബിരിയാണി വാങ്ങി. ഇതിപ്പോ എന്താ? മുട്ടക്കറി മസാല ചോറുവാ. കാണാ അണ്ട ബിരിയാണി. ബിരിയാണി എന്നെല്ലാം പറഞ്ഞാൽ ഈ ഒരു ലെവൽ പ്രതീക്ഷമായി. ഇപ്പൊ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കാം. അതിലാണ് എനിക്ക് ആകെ ഒരു പ്രതീക്ഷയൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ തിന്നാൻ പറ്റുമെന്ന് അറിയണല്ലോ. 100 രൂപ കൊടുത്തില്ലേ. അമ്മേ വയറ്റിളക്കം ഒന്നും വരല്ലേ. പോയി 100 രൂപ പോയി. 100 രൂപ പോയാണോ? വൺ സ്റ്റാർ പോലും കൊടുക്കാൻ പറ്റൂല എന്ന് ആരല്ലോ പറഞ്ഞേ. അതന്നെ എനിക്ക് ഫുഡിനെ കൊണ്ട് പറയാനുള്ളൂ. 1 സ്റ്റാർ അല്ല, മൈനസ് ഒരു 150 സ്റ്റാർ കൊടുക്കേണ്ടത്. നീ തിന്നു. ബിരിയാണി അല്ലേ ഇത്? മുട്ടയുണ്ട്, പക്ഷെ സാധനം പറയത് ബിരിയാണിയാണ് പറ്റിക്കപ്പെട്ട് കഴിച്ചു. അത് ഫിംഗർ ബോളുണ്ടാ. മുട്ടയും നല്ലത് ചവക്കാൻ പറ്റുന്നില്ല എനിക്ക്. ചവച്ചിരിക്കുന്ന നമ്മള് പൊട്ടുന്നില്ല മുട്ട. അത് മുട്ട പൊട്ടുന്നില്ല. അച്ഛാ ബഹുത്തച്ഛാ ഒന്നും പറയല്ല. പിന്നെ സൂപ്പർ. നല്ല വിശപ്പുള്ളതുകൊണ്ടും വേറൊരു വഴിയില്ലാത്തോണ്ടും വേസ്റ്റ് ട്രെയിനിലെ വേസ്റ്റ് ബിരിയാണി നിന്ന് നമ്മൾ അവിടെ ഇരുന്ന് ബാക്കിയുള്ള നൈറ്റ് സർവൈവ് ചെയ്യാനുള്ള പ്ലാൻ സെറ്റാക്കി. ഇന്നത്തെ എന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ സീറ്റ് നീക്കാണ്ട് ഇവിടെ തന്നെ ഇരിക്കാം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ട് ഞങ്ങൾ കാണിക്കണം. പക്ഷെ ഞാൻ ഇവിടുന്ന് ചന്തി ഒന്ന് പൊന്തിച്ചു കഴിഞ്ഞാൽ ആടെ വന്നിരിക്കാൻ നോക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. നമുക്ക് ഫോണും നോക്കാൻ കഴിയില്ല, പാട്ടും കേൾക്കാൻ കഴിയില്ല, ഒരു കുന്തത്തിനും കഴിയില്ല. അപ്പൊ ഇന്ന് രാത്രി സർവൈവ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് കിടന്നുറങ്ങാനുള്ളതാണ്. സോ എന്റെ പ്ലാന് ഇവിടെ തന്നെ ഇരിക്കുക, കിടന്നുറങ്ങുക, രാവിലെ വരെ സർവൈവ് ചെയ്യുക, ബാക്കി എന്നിട്ട് നോക്കുക. അന്നേരത്തേക്ക് എന്താവും അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഉറപ്പാണ് എന്തായാലും തിരക്ക് കൂടുന്നു. ലേശം കൂടെ വെള്ളം കുടിച്ച് വയറ് ഫില്ലാക്കിയിട്ടൊന്ന് കിടന്നുറങ്ങാം. ഈ ഒരു അടിപൊളി പ്ലാൻ സെറ്റാക്കി കുറെ സമയം കുശാലായിട്ട് കിടന്നുറങ്ങി സർവൈവ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പുറത്തത്തെ നിലാവും കണ്ട് കാറ്റും കൊണ്ട് ഞാൻ കണ്ണടച്ചിങ്ങനെ കിടന്ന്. പക്ഷെ ഇവന്മാരെന്നെ ഉറങ്ങാനും സമ്മതിക്കൂല. ഓരോ സ്റ്റോപ്പിൽ വണ്ടി നിർത്തുമ്പോഴും കൊട്ടക്കണക്കിന് ആൾക്കാരാണ് ഇതിൽ കേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും മാത്രം സ്ഥലമൊന്നുമില്ലട. ഇവന്മാരിൽ ഏതിലൂട്ടിയാണ് ഈ കേറിക്കൊണ്ടിരിക്കുന്നത്? എന്നാ പിന്നെ മര്യാദക്കൊക്കെ കേറിയാ പോലെ വല്ല സമ്മേളനത്തിന് ആൾക്കാർ വരുന്ന പോലെ ഒച്ചപ്പാടാക്കിക്കൊണ്ടാണ് എല്ലാ എണ്ണവും കേറുന്നത്. ഇതിന്റെ ഇടക്ക് സീറ്റിന് വേണ്ടി പൊരിഞ്ഞടിയ ലഹളയും വേറെ. ഇതൊന്നും മൈൻഡാക്കാണ്ട് എങ്ങനെയെങ്കിലും ലേശം നേരം കിടന്നുറങ്ങാന്ന് വിചാരിച്ചിട്ട് കണ്ണടക്കുമ്പോ ദാ വരുന്ന അടുത്ത ടീം കയ്യും മുട്ടിക്കൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അറിയാണ്ടൊന്നും മയങ്ങിപ്പോയി. അതിന്റെ ഇടയ്ക്ക് നമ്മളെ ക്യാമറ എടുത്ത് ഇതിന്റെ സ്ലീപ്പ് കോച്ചിലേക്ക് പോയി. ട്രെയിൻ എടുത്ത് 12 മണിക്കൂർ പോലും ആയിട്ടില്ല. ഇതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കണം. കാലിയായിട്ടുണ്ടായിരുന്ന കമ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ ഉറുമ്പിന് പോലും നടക്കാൻ പറ്റാത്ത അത്ര തിരക്കായിട്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. അതിലാണെങ്കിൽ ഈ ബംഗാളികൾ ഈ വിമലും പാൻപരാഗം പോലത്തുള്ള സാധനം എല്ലാം ചവച്ച് തുപ്പയും ചെയ്യുന്നത്. ഇതിലും വലിയ അവസ്ഥയാണ് സ്ലീപ്പറില്. ജനറലിനെ കാട്ടി വൃത്തികെട്ട അവസ്ഥയിലാണ് സ്ലീപ്പറിലെ ബാത്റൂമും പരിസരവും എല്ലാം. അങ്ങനെ ഇത്രയും സംഭവങ്ങളെല്ലാം നടന്നപ്പോഴത്തേക്കും സമയം രാവിലെയായി. സോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് ആയിട്ടുള്ളൊരു മോർണിംഗ് ഒന്നുമല്ല. ഇന്നലെ ഒരു അരമണിക്കൂർ വിട്ടിട്ട് 4 പ്രാവശ്യം ഉറങ്ങിയിട്ടുണ്ടാവും. ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോഴും ഒച്ചപ്പാടും കുലുമാലും ഒന്നും പറയണ്ട. നമ്മളെന്തായാലും 12 മണിക്കൂർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി നമുക്കൊരു 12 മണിക്കൂറും കൂടെ ഇരുന്നാൽ മതി എന്നുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ആശ്വാസത്തിനടക്കില്ല. ഇന്നലെ ഞാൻ ഈ ട്രെയിനിൽ കയറിയപ്പോൾ മുതൽ ബാത്റൂമിൻ്റെ ആ വൈക്ക് പോയിട്ടില്ല. ഇപ്പം ഫുള്ള് ജനലിനെ തോന്നത്ത് തണുത്ത കാറ്റടിച്ച് എല്ലാണ്ട് മൂത്രയൊക്കെ പൊട്ടുന്നുണ്ട്. ഈ ചാലഞ്ച് വരുമ്പോൾ എനിക്ക് ആകെ ഒറ്റൊരു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ എന്തെല്ലാം ചെയ്യേണ്ടി വന്നാലും ബാത്റൂം പോകാണ്ട് വരരുത്. പക്ഷേ പിടിച്ചേക്കാൻ പറ്റും തോന്നില്ല. എന്തായാലും പോകേണ്ടി വരും. പോയിട്ടൊരു സീറ്റ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പക്ഷേ പോണം ഗൈസ്.
അവിടെ ഇരിക്കുന്ന നമ്മളെ ഫ്രണ്ട്സിനോട് നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കും സീറ്റ് പിടിച്ച് വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ചെരുപ്പിട്ട് ബാത്റൂമിലേക്ക് നടന്ന് ഒരു ജാലിയൻ വാലാബാഗിന്റെ ഇടയിലോട്ട് നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് എങ്ങനെയാണ് തിങ്ങി നിറങ്ങി അവിടെ എത്തിയെന്നറിയില്ല. അവിടെ എത്തി നോക്കുമ്പോഴാണെങ്കിൽ ബീവറേജിൽ പോലെ തിരക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട്. അത് കണ്ടതും പിന്നെ എന്റെ മൂഡ് പോയി. ഞാൻ ബാത്റൂം പോകാണ്ട് തിരിച്ചു വന്നു. ഇനിയിപ്പം ഫുഡ് കഴിക്കുന്ന ടൈമാണ്. നല്ല വിശപ്പുണ്ട്. ഇന്നലെ മര്യാദക്കൊന്നും കഴിക്കാത്തുണ്ട്. പക്ഷേ ഇടന്നൊന്നും കഴിക്കാനും തോന്നുന്നില്ല. ആകെ സമൂസ ഒരു പൂരിയെല്ലാം വരുന്നതാണെന്ന്. പൂരി കഴിക്കാമെന്ന് തോന്നുന്നു. ഇനി വരട്ട് പൂരിയും ബാജിയും ഇവർ പറയുന്നത് കഴിച്ചിട്ട് നോക്കാം ബാക്കി. പൂരിയും ബാജിയാണോ വേറെ എന്തെങ്കിലും ആണോ. നമ്മളെ രണ്ടാമത്തെ മീൽ ഒരു ട്രെയിനിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പൂരി പിന്നെ എന്തെല്ലാം ആണ്. പൂരി മാത്രമേ കാണുന്നുള്ളൂ, കറിയൊന്നുമില്ല. കറിയുണ്ട്. കടി തടി നോക്കി അതൊന്നും പ്രശ്നമില്ല. വായിൽ വെക്കാൻ കൊണ്ടാ വയ്യായിരുന്നു. ടെസ്റ്റ് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതന്നെ പൂരിയൊന്നും ഞാൻ തിന്നാ ശേഷം നിവർത്തിയോട് അല്ലാണ്ട് എന്ത് പറയാനാ. അതാ ബായോട് ബായ് ഫുഡ് കൈസാ പൂരിയിൽ നിന്ന് ആ ട്രെയിനിൽ വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നു. നമ്മളിപ്പോ തമിഴ്നാട്ടിൽ കൂട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കും ഒടുക്കത്തെ ചൂടും. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരാണെങ്കിൽ ഈ വിമലും സാധനം വെക്കുകയും ചെയ്യും. അതിന്റെ മണം അടിച്ച് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അത് ഇന്നലെ മുതൽ ഉള്ളതാണെങ്കിൽ വിചാരിക്കാം. ഇന്ന് രാവിലെ ആയപ്പോ ഇവന്മാർക്ക് വേറൊരു അസുഖം തുടങ്ങി. ഇനി ബീഡി ഓരോ മൂലക്ക് കുത്തിയിരുന്ന് കുറെ എണ്ണം ബീഡി വലിച്ചു കൂട്ടുകയാണ്. ഇതിന്റെ എല്ലാം ഇടക്ക് ആകെ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് നോക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് നല്ല വ്യൂസ് മാത്രമാണ്. അതും കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടത്താണ് അടുത്ത പണി വന്നത്. ഈ ഒരു ട്രെയിനിന് എല്ലാവരും പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡിലേ ആവുന്നത്. പക്ഷെ ഇതുവരെ ആയിട്ടും നമുക്ക് ഡിലേ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴാണെന്ന് തോന്നുന്നു ഡിലേ ആയിട്ടുള്ളത്. ഇവിടെ ഏതെല്ലോ ഒരു മൂലക്ക് നിർത്തിയിട്ടിട്ടുണ്ട്. കുറച്ച് നേരമായി, എത്ര നേരം ഇടുന്ന അറിയില്ല. കറക്റ്റ് ടൈമിനാണ് ഈ ഒരു ട്രെയിൻ പോകുന്നതെങ്കിൽ നമ്മൾ 24 hours കഴിയുമ്പോൾ വിജയവാഡ സ്റ്റേഷനിലാണ് എത്തുക. അത് കിട്ടിയൊരു സ്റ്റേഷനാണ്. ഇതിപ്പോൾ ഡിലേ 24 മണിക്കൂർ കഴിയുമ്പോൾ ഏതെങ്കിലും അള്ളിമുക്കിലാണ് നിർത്തുന്നെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങി വരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരേണ്ട പ്ലാൻ മൊത്തത്തിൽ പാളും. വലിയ ഡിലേ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം ഗൈസ്. വലിയ ഡിലേ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മണിക്കൂർ അവിടെ പിടിച്ചിട്ടേ ഉള്ളൂ. കുറെ വൈകാണ്ട് തന്നെ നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് കടന്ന് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആന്ധ്രയിൽ എത്തുന്നത്. അല്ലു അർജുനിൽ എങ്ങനെയാണോ പുറത്തിറങ്ങുന്നത്? എന്ത് ചൂട് ഇവിടെ. കറക്റ്റ് നട്ടപ്പൊരിയുന്ന വെയിലത്താണ് നമ്മൾ ആന്ധ്രയിലേക്ക് കയറിയത്. ഇവിടെയെങ്കിലും ലേശം സമാധാനം കിട്ടുന്നതിനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടത്തെ ഓരോ സ്റ്റേഷനിലും ഉണ്ട് കുറെ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട്. സ്റ്റേഷൻ മാത്രല്ല കേട്ടാ, ഇടക്കിടക്ക് ഓരോരുത്തർ ഡിലേ വരുമ്പോ പിടിച്ചിടുമ്പോഴും കാട്ടു നല്ലുണ്ട് ട്രാൻസ് പീപ്പിൾ ഓടി വന്ന് ട്രെയിനിലേക്ക് കയറുന്നു. ഇവന്മാർ ഈ കാട്ടിൻ്റെ ഉള്ളിലാണോ താമസിക്കുന്നത്? ഇതിന്റെ ഇടക്ക് ആകെയുള്ള ഒരു സമയം പോക്ക് എന്ന് പറഞ്ഞാല് നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കലാണ്. ഓര് പറയുന്ന പകുതി എനിക്കും ഞാൻ പറയുന്ന പകുതി ഓർക്കും മനസ്സിലാവില്ലെങ്കിലും നമ്മൾ കുറെ നേരം ഇരുന്ന് കത്തി അടിച്ച് സമയം കളഞ്ഞു. അങ്ങനെ 12:30 നമുക്കിനി ആകെ 5 മണിക്കൂറോടെ ബാക്കിയുള്ളൂ. പക്ഷെ ഇന്ന് ഇറങ്ങി ഓടാനാ തോന്നുന്നത്. നമ്മളിപ്പോൾ ആന്ധ്രയിലെത്തിന് ഉള്ളതിലും കൂടുതൽ തിരക്കായി. ഒടുക്കത്തെ വെയിലും മാറി ചൂടും. പിന്നെ ചില സംഭവം കാണുമ്പോൾ ഇനി ഇതിൽ അധികം നേരം നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. നമ്മൾ വന്നപ്പോൾ മുതൽ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്തേക്കെല്ലാം ഒന്ന് പോയി നോക്കാം. അടുത്ത അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. കുറച്ചേരം കൂടെ ആടി ഇന്ന് നമ്മളെ ഫ്രണ്ട്സിനോടെല്ലാം സംസാരിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിലും ഇന്നലത്തെ ഡബിൾ അണ്ട ബിരിയാണിന്റെ ഓർമ്മയുള്ളതുകൊണ്ട് ലഞ്ചും സ്കിപ്പാക്കി ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ സീറ്റ് നേടിയിച്ച് അപ്പൊ തന്നെ ആ കുഴപ്പങ്ങൾ മാറിക്കിട്ടി. മുന്നോട്ടും ബാക്കോട്ടും പോവാത്ത രീതിയിൽ അവിടെ പെട്ടുപോയി ഗൈസ്. പിന്നെ സ്പൈഡർമാനെ പോലെ തൂങ്ങിയും നെരങ്ങിയും എഴഞ്ഞും ഒക്കെയാണ് എങ്ങനെയല്ലോ നടന്നത്. ലേശം ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. ഇപ്പം കാലുകുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഒരു കാര്യം ഉണ്ടായിരുന്നു മുമ്പിൽ തെറ്റിയുടെ ഇവിടെ നിന്നിട്ടും വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേറെ ഭായിമാരോട് സംസാരിച്ച് ഓരോയിട്ട് ഫ്രണ്ട്സായി. എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി എന്നുണ്ട് ഗൈസ് ഈ ഒരു ട്രെയിനിന്. പക്ഷെ ആകെയുള്ള ഒരു ആശ്വാസം എന്താന്ന് വെച്ചാൽ ഇനി നമുക്ക് അധികം സമയമില്ല. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മളെ 24 hours കംപ്ലീറ്റ് ആവും. സോ ഫൈനലി ഗൈസ് നമ്മളെ 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ ഇനി ആകെ കുറച്ച് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇത് വേസ്റ്റ് ട്രെയിനാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നത് പങ്ക്ച്വാലിറ്റി ഇല്ല, വൃത്തിയില്ല, ബാത്റൂം ശരിയില്ല, ഫുഡ് ശരിയില്ല, ഒടുക്കത്തെ തിരക്ക്, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ്. ആദ്യം തന്നെ പങ്ക്ച്വാലിറ്റിന്റെ കാര്യം പകുതി വരെ ഓക്കെ കേട്ടോ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ലേ ഒറ്റയടിക്ക് ഒരു 1.5 മണിക്കൂറാണ് അവിടെ പിടിച്ചിട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിജയവാഡ ഇറങ്ങണ്ടേ. ഇപ്പോൾ അതിന് മുന്നത്തെ സ്റ്റേഷൻ ഓങ്കോൾ നമുക്ക് ഇറങ്ങാൻ വേണ്ടി അത്രയും ദൂരം കുറച്ചെന്നതിന് എന്തായാലും ഒരു നന്ദിയുണ്ട്. എൻ്റെ നമ്മൾ ഈ ഒരു 24 മണിക്കൂറിനിടയിൽ തിരക്കിന്റെ അങ്ങേ അറ്റം കണ്ട്. തിരക്കുള്ള ട്രെയിനായി ഇതിനൊന്നും പോയിന്. പക്ഷെ ഈ നമ്മൾ രണ്ടാളെയും മലയാളികളായിട്ട് ഇപ്പോൾ
ഇതിലുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്ന ഒരു പരിപാടി കുറേ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അഥവാ ഒരു പിടിച്ചടിച്ചാൽ നമ്മൾ രണ്ടാളെ വെച്ച് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓരോരുത്തന്മാർ കാണിക്കുന്നതെല്ലാം കാണണം. ഈ ഹൻസ് വെക്കലും സിഗരറ്റ് വലിക്കലും മാത്രമല്ല, അതിൽ വേറെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഫുഡ് വായിൽ വെക്കാൻ കൊള്ളയില്ല. ഫുഡ് ആകെ ഒരു പൂരി മാത്രമല്ല, ലേശം ടേസ്റ്റ് ഉണ്ടായത്. നമ്മൾ ഇന്നൊരു മിഷനിലായിരുന്നു ഗൈസ്. ഇത് വേഴ്സ്റ്റ് ട്രെയിനാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മിഷനിൽ. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇതിലുള്ള ആൾക്കാർ കുറച്ചെല്ലാം നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ ഒരു വേഴ്സ്റ്റ് ട്രെയിനാന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റൂല. ഉണ്ടംപൊരി ഈ ലോകത്ത് ഇതിനെക്കാട്ടി ഒരു ഉള്ള ട്രെയിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കാനും വേണ്ടി പോകുന്നില്ല. ഒരു കാരണവശാലും നിങ്ങൾ ആരും ഇതിൻ്റെ അരിയത്ത് പോലും വരരുത്. അരിയത്ത് പോലും വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രെയിൻ ജീവിതം തന്നെ വെറുത്തോം. ദയവേത് കാലുകുത്തരുത്. ഞാൻ എങ്ങനെയെങ്കിലും ഇതിന്നൊന്ന് പുറത്ത് കാണാൻ വേണ്ടി കാത്തിക്കുന്ന അന്ന് സ്റ്റോപ്പ് എത്തിട്ട് ഞാൻ ഇത് മുന്നിൽ കുറേ ആളുണ്ട്, ഓരോന്നും വെയിറ്റ് ചെയ്ത് ഞാൻ കാത്തുക്കും. മേലക്കൂട്ട മറ്റേ സുറയിലെ വിജയ് തുള്ളുന്നവനിങ്ങനെ തുള്ളിയിട്ട് ഉറപ്പാ സമയമൊന്നുമില്ല വേണ്ടാരോ. അങ്ങനെ 24 വർഷം പോലെ തോന്നിച്ച് 24 മണിക്കൂറിന് ശേഷം നമ്മൾ ഒരു വേസ്റ്റ് ട്രെയിനിൽ പുറത്തിറങ്ങാണ് ഗൈസ്. പുറത്തെത്തിയപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഉണ്ടായില്ല. ഐ വാസ് സോ ഫ്രീ. ഇതേപോലത്തെ ഒരു ഹാപ്പിനെസ് ഞാൻ ഇതിനു മുന്നേ അനുഭവിച്ചെന്ന് ചോദിച്ചാല് എനിക്ക് തോന്നുന്നില്ല ഉണ്ട് എന്ന്. എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഗാന്ധിജിക്ക് ഉണ്ടായതിനെക്കാട്ടി സന്തോഷമാണ് അന്നേരം ആ ഒരു മൊമെന്റിൽ എനിക്ക് ഉണ്ടായത്. ഇത്രയും കാലം ഞാൻ കുറെ കാര്യങ്ങൾ എനിക്കില്ല എന്നുള്ള പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. മര്യാദക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നയോ, 2 കാലം നിലത്ത് കുത്താൻ പറ്റുന്നയോ, ഇടക്കണീച്ച് നടക്കാൻ പറ്റുന്നല്ലോ, ഭയങ്കര ഒരു സംഭവമാണ്. എന്താ ചെയ്യേണ്ടത് തിരുന്നില്ല. അയ്യോ ഓടെ ऑल द बेस्ट. जरूर आऊंगा झारखंड में. ഇറങ്ങുമ്പോൾ എല്ലാവരും കൂടി ചാറ്റ് പറയും. ജോക്സ് അപ്പാർട്ട് ഗൈസ്, ഇത് നമ്മളെ ഇന്ത്യയിലെ വേഴ്സ്റ്റ് ട്രെയിനിൻ്റെ മാത്രമല്ല, ഒട്ടുമിക്ക ട്രെയിനിൻ്റെ അവസ്ഥ ഇങ്ങനെയെല്ലാം തന്നെയാണ്. ഞാൻ ഈ ഒരു വീഡിയോനെ കണ്ടതിന് ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് വേറെ ആൾക്കാരെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ളവരെല്ലാം വേഴ്സ്റ്റ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെയുള്ള AC-നെക്കാട്ടിയും മറ്റേ ഫെസിലിറ്റീസാണ് അവിടെ ഉള്ളത്. ഈ ട്രെയിൻ മോശമൊന്നുമില്ല. ആദ്യം നമ്മൾ കയറിയ സമയത്ത് ലേശം ക്ലീൻ ആയിരുന്നു. പിന്നെ കുറേ ആൾക്കാർ കയറി ഓവർ ക്രൗഡഡ് ആയി. അവർ ലേശം വൃത്തിയില്ലായ്മയെല്ലാം കാണിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെത്തിയത്. അതുകൊണ്ട് നമുക്ക് വേറെ ആരും പറയാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ഗൈസ്, ഇത്രയും ഓവർ ക്രൗഡഡ് ആവാൻ വേണ്ടി പാടില്ല ഒരു ട്രെയിന്. അതിന് എന്തെങ്കിലും ഒരു സംഭവം നമ്മളെ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിന് ഉത്തരവാദികളായവരൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് 24 മണിക്കൂറത്തേക്ക് അനുഭവിച്ചപ്പോൾ തന്നെ മതിയായി. പക്ഷേ എന്നെപ്പോലല്ല, ബാക്കിയുള്ളവരെല്ലാം ഇത് ഇടക്കിടക്ക് അവർ ഈ ഒരു ട്രെയിനിൽ ഒരു നാട്ടിലെല്ലാം പോകുന്നത്. ഒരിക്കൽ വേറെ ഒരു ഓപ്ഷൻ ഒന്നുമില്ല. സോ അവർക്ക് ശേഷം വൃത്തിയില്ലായിരിക്കും, ഒരു വണ്ണത്തെല്ലാം കാണിക്കണ്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ ഗൈസ്, അവർ മനുഷ്യന്മാരാണ്. ദേ ഡിസേർവ് ബെറ്റർ. ഇനിയിപ്പം ഈ ഒരു ട്രെയിൻ ജേർണീൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് എന്തായാലും സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ ഇടാം. ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല, ഇല്ല, ഒത്തില്ല. ഒരു പേടി സ്വപ്നമാണ്. അതെ.